യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമല്ലോ. ആ വാചകം മാത്രമാണ് ഇന്ന് ആത്മീക ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമല്ലോ എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി യാക്കോബ് മുറുകെ പിടിച്ചത് ഇയ്യോബിനെയാണ്. ദൈവം മഹാകരുണയുള്ളവനാണ്, ദൈവം ഭയങ്കര മനസ്സലിവുള്ളവനാണെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാകും. പക്ഷേ അതിനൊന്ന് ഡെപ്ത് ഉണ്ടാക്കാൻ, ആ കാര്യത്തെ ഉറപ്പിക്കാൻ തൻ്റെ അനുവാചകരായിരിക്കുന്ന വേദപുസ്തക വായനക്കാർക്ക് ആ വിഷയത്തെക്കുറിച്ച് ഒരു പൂർണ്ണമായ നിശ്ചയമുണ്ടാകാൻ യാക്കോബ് എന്ന എഴുത്തുകാരനെ പരിശുദ്ധാത്മാവ് ഇയ്യോബിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇയ്യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ പ്രസംഗ വിഷയം അല്ലെങ്കിൽ നമ്മുടെ ആമുഖ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത്. ബൈബിളിൻ്റെ ഒരു പ്രത്യേക രീതിയാണത്. അതിന് കാരണം ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വിശുദ്ധ ബൈബിളിനകത്ത് ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ബൈബിളിൽ ഒരധ്യായം പോലും എഴുതിയിട്ടില്ല. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് ദൈവത്തെ പരാമർശിക്കുകയാണ്. ദൈവം ആര്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്, ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, നമ്മളിൽ ദൈവം എന്ത് ചെയ്യുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധിപ്പിക്കുകയാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. സ്തോത്രം. ഉണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ബൈബിൾ വായിച്ചാൽ ഭയങ്കരമായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ ബലവും നൽകപ്പെടാനിടയായിത്തീരും. സ്തോത്രം. ഈ ഭാഗത്ത് ദൈവം ആരാണ്, എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് തെളിയിക്കാൻ വേണ്ടി വേദപുസ്തകത്തിൻ്റെ ഒരു രീതിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് സാക്ഷികളുടെ ഒരു വലിയ സംഘം തന്നെ ദൈവത്തിനുണ്ട്. പ്രസംഗികർ ഒരു വലിയ കൂട്ടം ദൈവത്തിന് കണ്ടേക്കാം, പാട്ടുകാർ ഒത്തിരി പേര് കണ്ടേക്കാം, പ്രവാചകന്മാർ കണ്ടേക്കാം. പക്ഷേ വേദിയിൽ വരാത്ത, ചിലപ്പോഴൊക്കെ പ്രഭാഷണ വേദിയിലേക്കോ അല്ലെങ്കിൽ സ്തോത്രം നോട്ടീസിലേക്കോ ഇന്നത്തെ ആധുനിക കാലത്തെ വലിയ ഹോർഡിങ്സിലേക്കോ പബ്ലിസിറ്റിയിലേക്കോ ഒന്നും വരാത്ത ഒരു വലിയ കൂട്ടം ആളുകൾ കർത്താവിനുണ്ട്. അവരാണ് കർത്താവിൻ്റെ സാക്ഷികൾ.